പ്രസിഡന്റ്, ഞാനൊരു പുതിയ പദ്ധതികൾ ഇങ്ങനെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ആ സമരം പൊളിഞ്ഞത് നമ്മളെ കുറച്ച് പേർക്ക് ഈ പോലീസിൻ്റെ കാക്കി കണ്ട ഒരു പേടിയുണ്ട്. അങ്ങനെ അവർ ഓടിക്കളഞ്ഞതാ. ഓ ഇല്ല, ചെയ്യാം, ശക്തിപ്പെടുത്താം. ഓ ഓ ഓ ശരി പ്രസിഡന്റ്, ആയിക്കോട്ടെ. മുതിർന്ന നേതാക്കന്മാർക്ക് അവിടെ ഇരുന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ നമ്മൾ ഈ കിടന്ന് പ്രവർത്തിക്കണം മരിക്കണമൊക്കെ വെറുതെയാണ്. ഒരു സമാധാനം ഇല്ലെന്നേ. പാർട്ടി മേൽഘടകത്തിന്നാ. നമ്മുടെ പാർട്ടിയുടെ ശക്തിയും സ്വാധീനവും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല പോലും. നിങ്ങളുടെ ഈർക്കിലി പാർട്ടി ഇത്ര ഇറങ്ങി ചെന്നാ പോരെ ക്ലീറ്റോ? അതെ, പഠിച്ച തമാശകൾ പറയല്ലേ. എടി, അതല്ല, പാർട്ടിയുടെ വേരോട്ടം മുരടിച്ചു പോണെന്ന്. അതിനെന്താ, നല്ല നെട്ടോട്ടം ഉണ്ടല്ലോ, വേരോട്ടം ഇല്ലാത്തുള്ളൂ. തങ്കം, നീ രാവിലെ വല്ല കോമഡി സിനിമയും കണ്ട ചുമ്മാ അവളവളാൻ തമാശ പറയണത്? എന്താ പ്രശ്നം? പ്രശ്നം എന്താണ്? പിന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് പാർട്ടി ഇറങ്ങി ചെല്ലുന്നില്ല, പ്രവർത്തനം പോരാ എന്ന് ഇവർക്ക് മേലെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ നമ്മൾ കിടന്നിട്ട് ഓരോന്ന് എങ്ങനെയെങ്കിലും ഇതാക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അതിനൊന്നും ഒരു വിലയില്ല എന്നുള്ളതാ. ക്ലീറ്റോന്റെ സ്വാധീനം മറ്റേ മുതിർന്ന നേതാക്കളെ അറിയിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള പദ്ധതികൾ ഞാനിങ്ങനെ ഓരോന്ന് ആസൂത്രണം ചെയ്യും. പക്ഷേ എന്ത് ചെയ്യാൻ, കുറെ അഴുക്കാണികളും വല്ല റോഡ് ഉപരോധോ വയൽ നികത്തലോ ഒക്കെ കണ്ടുപിടിക്കേ. അയ്യോ, ഭയങ്കര പദ്ധതിയാണ്. എടി, അതൊക്കെ പഴഞ്ചനായി, ഇതൊന്നും പോരാ. ഇനിയിപ്പോൾ ഇന്നത്തെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജനശ്രദ്ധ പിടിച്ചു വരണമെങ്കിൽ കാര്യഗൗരവമായിട്ട് എന്തെങ്കിലും ചെയ്യണം. മാധ്യമ ശ്രദ്ധ പിടിച്ചു വരണോടി. ടി വിയിലും വാർത്തയിലൊക്കെ നിറഞ്ഞു നിൽക്കണം, എന്നാലേ കാര്യമുള്ളൂ. അല്ല നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ ഒരു ഇങ്ങനത്തെ പ്രവർത്തനം കൊണ്ട് ഈ അണികളെ കൊണ്ട് നടന്നിട്ട് കാര്യമില്ലെന്ന്. കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു വഴിയുണ്ട്. റിസ്ക് എടുക്കണതിനെ കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പ്രശ്നമാണ്. ക്ലീറ്റോ അങ്ങനെ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് ശീലിച്ച ഒരാളാണല്ലോ. എടി, ഇപ്പം നിൽക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ ഇച്ചിരി റിസ്ക് എടുക്കാൻ തയ്യാറാണ്. നീ കാര്യം എന്താ വെച്ചാൽ പറയും. ഉറപ്പാണ്? ഓ, എന്നാ ക്ലീറ്റോ വിചാരിക്കുന്ന സംഗതി പുഷ്പം പോലെ നടക്കും. സംഭവം പറയൂ, നീ ടെൻഷൻ പിടിപ്പിക്കല്ലേ. നയത്തില് ഒരു പീഡന കേസ് അങ്ങ് തട്ടിക്കൂട്ടുക. അടുത്തൊരു കേസ് വരണത് വരെ മാധ്യമങ്ങൾ ഫുള്ള് ക്ലീറ്റോന്റെ പുറകെയായിരിക്കും. എങ്ങനെ? മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയില്ലേ? ജനശ്രദ്ധ പിന്നെ കിട്ടിയല്ലോ. ഭയങ്കര സംഭവം. നീയാണ് ഒരു യഥാർത്ഥ ഭാര്യ. ഭർത്താവിനെ നാണം കെടുത്തിയിട്ടായാലും ഭാര്യയ്ക്ക് ആ ക്രെഡിറ്റ് കിട്ടുമല്ലോ. അങ്ങ് ജനങ്ങളെ ഷൈൻ ചെയ്യാലോ അല്ലേ? എടി, നാണം വേണോടി. പാളിപ്പം പറഞ്ഞോണ്ടിരിക്കണേ. ഞാൻ ഒരൊറ്റ ചവിട്ടെന്ന കസേര അടക്കം നീ വെളിയിൽ പോയി കിടക്കും കേട്ടോ. അയ്യടാ, അതങ്ങ് വിശ്വസിച്ച്. പിന്നെ നിങ്ങൾ ഈ പഴഞ്ചനാന്ന് ഞാൻ പറയണത് വെറുതെ അല്ല ക്ലീറ്റോ. ഇപ്പോഴും സമരം ഉണ്ടോ, ഉപരോധം ഉണ്ടോ, പിക്കറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നടക്കുക. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞിരുന്നു അവളും പെരുമാരും. നല്ല കാര്യം നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ അത് കണ്ടെത്താത്തെന്താ? എന്തോന്ന്? രാവിലെ എഴുന്നേറ്റ് പത്രം ഇടർത്തി വെച്ച് അങ്ങ് വായിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യമുള്ള കാര്യം വായിക്കുന്നുണ്ടോ? ഇപ്പൊ കൊള്ളില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ പത്രത്തിൽ വന്നോണ്ടിരിക്കുന്നത്. അതിലൊരെണ്ണമാണ് നീ ഇപ്പൊ പറഞ്ഞത്. നീ ഇതിനകത്ത് വേറെന്തോന്നു? നിങ്ങളെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ കെട്ടിയേ ഞാൻ വല്ല മന്ത്രിയുടെ ഭാര്യ ഉണ്ടെന്നുള്ള. വായിക്കും, അങ്ങോട്ട് വായിക്കാൻ കൂടെ. എനിക്ക് പത്രം കാണുന്ന അലർജിയാ. ക്ലീറ്റോ പോലീസിൽ ദാസ്യപ്പണി. നമുക്കെന്ത്, ഇത് വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളാ. പുതിയതായിട്ടൊന്നും ഒരു സംഭവം. അതിപ്പോഴാണോ പുറം ലോകം അറിഞ്ഞത്? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് പോലീസുകാർക്ക്? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ. പോലീസ് എന്താ ജനം അല്ലേ? ക്ലീറ്റോ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാര് അവരുടെ കീഴുദ്യോഗസ്ഥന്മാരെ കൊണ്ട് ദാസ്യപ്പണി ചെയ്യിപ്പിക്കുന്നു. ഇതാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. നോക്കിക്കേ, ഇവിടെ നോക്ക് ക്ലീറ്റോ. മേലുദ്യോഗസ്ഥന്റെ വീട്ടിലെ പച്ചക്കറി മേടിക്കാൻ പോകുന്നത്, അവരുടെ വീട്ടിലെ പട്ടീനെ കുളിപ്പിക്കുന്നത്, പെര തുടയ്ക്കുന്നതൊക്കെ കീഴ് ജീവനക്കാരായ പോലീസുകാരാണ്. കൂടാതെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മകള് താഴേക്കിടയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കവിളത്ത് മർദ്ദിച്ചു. അതപ്പോ ഇത് ഭയങ്കര ക്രൂരതയാണ്. സാക്ഷര കേരളത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതും കണ്ടിട്ട് എന്നെ പോലുള്ള ഒരു പൊതുപ്രവർത്തകനെ മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല. എൻ്റെ ചോരേട്ടല്ലോ അങ്ങോട്ട് തിളക്കിയാണ്. ഇതിനെതിരെ ക്ലീറ്റോ സമരം ചെയ്യും. പോലീസുകാർക്ക് വേണ്ടി ക്ലീറ്റോ സമരം ചെയ്യാൻ പോവാണ്. പോലീസുകാരെന്താ മനുഷ്യരല്ലേ? അവർക്കുണ്ടല്ലോ കുടുംബമൊക്കെ. അതിനുള്ള ധൈര്യം ഉണ്ടോ ക്ലീറ്റോന്?
എനിക്ക് ധൈര്യമേ ഉള്ളൂ. മാത്രമല്ല ഈ സമരം ക്ലീറ്റോ ഏറ്റെടുത്തതിന്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. എന്ത് രഹസ്യം? എൻ്റെ ഭാര്യയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സമരമാണ്. നിങ്ങളുടെ ഭാര്യ ആരുടെ മോളാ? പട്ടാളക്കാരന്റെ മോള്. ഇങ്ങനെയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കും ക്ലീറ്റോ. ഞാൻ ക്ലീറ്റോന്റെ പുറകെ ശക്തിയായിട്ട് നിൽക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് യുദ്ധത്തിന് പോകാനുള്ള എൻ്റെ പടച്ചട്ട എടുത്ത് തരൂ പ്രിയതമേ. രണ്ടാഴ്ചയാണ് പുതിയ ടയർ ട്യൂബ് വാങ്ങിച്ചിട്ട്. ഇന്നലെ കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. അവൻ വല്ലതും ചെയ്തതാ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും നമുക്ക് അനുകൂലമായിട്ട് നിൽപ്പുണ്ട്. ഞാൻ അന്വേഷിച്ച മേഖലയിൽ നിന്നൊക്കെ ഇതന്നെ പറ്റി രാവിലെ തന്നെ വണ്ടിയിലോട്ട് നോക്കി. ഒന്നും പറയണ്ട തങ്കം ചേച്ചി, ഇതേ വീണ്ടും പഞ്ചറായി. അയ്യോ, കഴിഞ്ഞ ആഴ്ച ട്യൂബും ടയറൊക്കെ മാറ്റിട്ടതാ. ആ പറ്റി? ആ, എന്റെ പിന്നിൽ ആരുടെങ്കിലും കളി ഉണ്ടോന്ന് എന്റെ ഒരു സംശയം. നീ ഇപ്പൊ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ആരെ ഉദ്ദേശിച്ചാണെന്നുള്ളത്. ഇതിന്റെ പിന്നിൽ എന്റെ കൈകളാണെന്നാണല്ലോ നീ പറഞ്ഞു വരണേ അല്ലേ? നിന്റെ വെറും കൈയല്ലടാ, നിന്റെ കറുത്ത കരങ്ങളാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അമ്പളിക്കുട്ടാ, എനിക്ക് നിന്നോട് എന്തെങ്കിലും ചെയ്യാനോ പറയാനോ ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് മുഖത്ത് നോക്കി പറയും. അത് ഞാൻ നേരിട്ട് ഒന്ന് ചെയ്യും. അല്ലാതെ എനിക്ക് ഒളിയും പറയാൻ ആവശ്യമൊന്നുമില്ല കേട്ടാ. അതെനിക്കറിയാം നീയൊക്കെ ചെയ്യുമെന്നുള്ളത്. എവിടെ പോണേ? വെള്ളമായിട്ട് ആരെ വിളിപ്പിക്കാൻ രാവിലെ? പോലീസ് സേന എന്ന് കേട്ടിട്ടുണ്ടോ? ആ പോലീസ് സേനയെ ഒന്ന് വെളുപ്പിക്കാൻ പോവാ ഞാൻ അടിമുടി. പോലീസുകാരനെ വിളിപ്പിക്കാനോ? പോലീസ് ആനയല്ലേ ചേന. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ, എവിടെ? അത് പത്രമൊന്നും വായിക്കാറില്ല. പത്രത്തിൽ വല്ലതും കണ്ടോ? പോലീസിൽ ദാസ്യപ്പണി അതിനെതിരെ സമരം ചെയ്യാൻ പോവാ ക്ലീറ്റോ. ആണോ? ആ, അതിന് നീ അവിടെ പോയി എന്തോന്ന് കാണിക്കാൻ പോണത്? ഞാൻ എന്ത് കാണിക്കാൻ പോണെന്ന് നിനക്ക് വഴിയെ കാണാം. എടാ, ഒന്നുമില്ലെങ്കിൽ എന്റെ കുടുംബത്തിലുണ്ട് ഒരു പോലീസുകാരൻ. ഈ മേലുദ്യോഗസ്ഥർ കാണിക്കുന്നത് മര്യാദയാണ്. കീഴുദ്യോഗസ്ഥരെ കൊണ്ട് മറ്റേ പട്ടിയെ കുളിപ്പിക്കുക, തുണി കഴിക്കുക, പാത്രം കഴിക്കുക, അടുക്കളപ്പണി ചെയ്യിക്കുക, വണ്ടി ഓടിക്കുക, പോരാത്തതിന് അവരെ വായിരിക്കണ തെറിയും കേൾപ്പിക്കുക. ഇതൊന്നും കണ്ടിട്ടേ എന്നെ പോലെ ഒരു രാഷ്ട്രീയക്കാരനെ നോക്കിയിരിക്കാനൊന്നും പറ്റില്ല. എന്റെ പൊന്നളിയ, ഇത് കാലാകാലങ്ങളിൽ നടന്നു വരുന്ന കാര്യങ്ങളാണ്. അതിപ്പോ വന്നതല്ല. അത് മനസ്സിലാക്ക്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇതൊക്കെ എന്റെ ചെവിയിലെത്തിയത് ഇപ്പോഴാണ്. ഇതും കേട്ടിട്ട് വെറുതെ ഇരിക്കാൻ ക്ലീറ്റസിന് പറ്റൂല. നിങ്ങൾക്ക് പറ്റുമായിരിക്കും, നിങ്ങളുടെ പാർട്ടിക്കാരുടെ രീതി അങ്ങനെയാണല്ലോ. അതിന് സമരം ചെയ്യാൻ പോവാണ്. അതിനെതിരെ ശക്തമായിട്ട് സമരമായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നു എന്നുള്ളത് അറിയാമോ? കേരള പോലീസിനെതിരെയാണ്. അടിച്ചമാരെ എല്ലൊടിക്കും. ഈ കേരള പോലീസിലെ വെറും 10% വരുന്ന മേലുദ്യോഗസ്ഥർക്കെതിരെയാണ് ഞാൻ സമരം ചെയ്യാൻ പോണത്. ബാക്കിയുള്ള 90% കീഴുദ്യോഗസ്ഥരും എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ സമരം വിജയിക്കാൻ അത് തന്നെ ധാരാളമാ. എന്റെ പൊന്നളിയ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പ്രാവർത്തികമാക്കണം. കാണിച്ചു തരാം. ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് റെഡിയായി എൻ്റെ കൂടെ വന്നാൽ സെക്രട്ടറി നടയിൽ വാ, ലൈവായിട്ട് കാണാം. എനിക്ക് പോലീസിന്റെ അടികൊള്ളാൻ വലിയ താല്പര്യമൊന്നുമില്ല. വേണ്ട, നീ വരണ്ടേ. നീ വീട്ടിൽ TV ഇരുന്ന് ലൈവ് കാണാം. ഞാൻ ഇവിടെ നിന്ന് കണ്ടോളാം. എന്തായാലും അളിയാ, അഭിനന്ദനങ്ങൾ. പോയിട്ട് വാ. നല്ല പൊതുപ്രവർത്തകൻ. രാഷ്ട്രീയത്തിലോട്ട് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി തുടങ്ങിയല്ലേ ഉള്ളൂ. പിച്ച വെച്ച് വരണല്ലേ ഉള്ളൂ. നീ ഒരുപാട് കാര്യങ്ങൾ എന്നെ നിന്ന് മനസ്സിലാക്കാനുണ്ട് കേട്ടാ. നിന്നെ ഒരിക്കലും എനിക്ക് ഒന്നും പഠിക്കണ്ട. ഞാൻ വേറെ നല്ല രാഷ്ട്രീയക്കാരുണ്ട്, അവരെന്ന് പഠിച്ചോളാം. പോയിട്ട് വാ. കൂടാ ഇപ്പം തട്ടിക്കൂട്ടും. ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്. എന്തായാലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയല്ലേ, ഹബീൽദാർ മാമന്റെ അനുഗ്രഹം ഒന്ന് വാങ്ങണം. അത് അത്യാവശ്യം. അതെ, നമ്മൾ സമരം ചെയ്യാൻ പോകുന്നത് പോലീസ് മേധാവികൾക്കെതിരെയാണല്ലോ. ഒരു പട്ടാളക്കാരന്റെ അനുഗ്രഹം എന്തുകൊണ്ടും നല്ലത്. അത് അത്യാവശ്യം. ഹബീൽദാർ മാമ അനുഗ്രഹിക്കും. ജയ് ഹിന്ദ്. അഭിവാദ്യങ്ങൾ. താങ്ക് യു. പോയിട്ട് വാളിയാ. ഓക്കെ, അവിടെ നിന്ന് കാണാം. ആയിക്കോട്ടെ. എൻ്റെ അളിയ, എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. എന്തോന്ന്? പണ്ട് എൻ്റെ മൂത്താപ്പ പറഞ്ഞൊരു കാര്യം. ദിവസം 5 നേരം നിസ്കരിക്കണമെന്നല്ലേ? ഇവനെ പള്ളി കയറ്റിയിട്ട് വേണ്ടേ അവൻ നിസ്കരിക്കാൻ? എന്നെ പള്ളിയിലൊക്കെ എന്നെ കയറ്റും. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്. അളിയ, അതൊന്നുമല്ല, ഒരു നിവൃത്തിയില്ലെങ്കിലും പോലീസിലെ പണിക്ക് പോകരുതെന്ന്. അതെന്ത്? കണ്ടില്ലേ അളിയ, ഇതൊക്കെയല്ലേ ഗതികേട്. മേലുദ്യോഗസ്ഥന്റെ പട്ടിയെ കുളിപ്പിക്കണം, അവന്റെ ആരെ വിളിക്കണം? ഞാൻ ഇത് കുഞ്ഞമ്മ വിളിക്കുന്നത്. കുഞ്ഞമ്മയും വല്യമ്മയും ബന്ധുക്കളെ സ്ത്രീകളായ കുറെ ആൾക്കാർ വേണം. സമരം ഒന്ന് ബലക്കണമെങ്കിൽ ഈ പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിലേ പറ്റും. അത് ശരിയാ. അതല്ല നേതാവേ, പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോടെ കല്യാണം ഉറപ്പിച്ചു. IG-യുടെ കണ്ണേരാണ് പയ്യൻ.
പട്ടിയെ കുളിപ്പിക്കുന്നവനും വീട് പണി ചെയ്യുന്നവനെ എന്ന് എന്റെ പെങ്ങളെ കെട്ടിച്ച് കൊടുക്കത്തില്ല. അതിനാണ് ഞാൻ ഈ കല്യാണം വേണ്ടത് കുഞ്ഞമ്മ വിളിച്ച് പറയാൻ പോകുന്നത്. ഭയങ്കര സംഭവം തന്നെ. മിക്കവാറും ആ ഗൺമാൻ ഇവനെ വെടിവെച്ച് കൊല്ലും. ഇതാ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ എന്റെ നടരാജ, നീ ഈ ബുദ്ധിയില്ലേ ഇത് വേറെ എവിടെയെങ്കിലും പ്രയോഗിച്ചാൽ ഗുണം ഉണ്ടായന. പിന്നെ സമരത്തിന് സെക്രട്ടേറിയറ്റിന്റെ എല്ലാ ഗേറ്റിലും നമ്മുടെ ആൾക്കാർ വേണം കേട്ടോ. ഞാൻ അളിയ നമ്മുടെ പാർട്ടിയിൽ എവിടെ ഇത്ര ആൾക്കാര്? അതിനൊക്കെ ഉള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വഴി? എയർ ക്യാമ്പില് കുറെ പോലീസുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുടുംബമായിട്ട് എത്തണം സമരം. അപ്പൊ അവരൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ സമരം വിജയിക്കുമല്ലോ, പ്രശ്നമില്ലല്ലോ. എന്നാൽ ഈ ഒരു സമരം കൊണ്ട് എനിക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തണം. വിളിച്ചാ ഫോൺ എടുക്കൂല, എന്തായിന്ന് അറിയാൻ വേണ്ടി വിളിക്കണേ. ആ ഹലോ നാത്തൂനെ. ഓ ഇല്ലില്ല, ക്ലീറ്റോ മറ്റേ പോലീസുകാർക്കുള്ള സമരത്തിന് വേണ്ടി പോയേക്കണു. ആ പത്രത്തിലൊക്കെ ഇപ്പൊ വാർത്തയില്ലേ, മറ്റേ അടിമപ്പണി. ആ അതിനിപ്പോ എന്താ കുഴപ്പം? നല്ല കാര്യല്ലേ? ആണോ? ഏയ് പാർട്ടിക്കാരെല്ലാവരും ഉണ്ടല്ലോ. അല്ല ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല, വിളിച്ചിട്ട് കിട്ടണില്ല, എടുക്കണില്ല ക്ലീറ്റ. അയ്യോ, ഒന്ന് അളിയനോടൊന്ന് ചോദിക്കാൻ പറയോ, നോക്കാൻ പറയോ? എനിക്കറിയില്ല. ആ ഞാൻ വിളിച്ചിട്ട് കിട്ടുവാണെങ്കിൽ നാത്തൂനെ വിളിക്കാം. ഒന്ന് ചേട്ടനോടൊന്ന് പറയോ? പുതിയ ടയറും രൂപ. ആ അമ്പളിക്കുട്ടൻ ചേട്ടോ, കഴിഞ്ഞില്ലേ? ഇല്ല ഇല്ല, തുടങ്ങിയേ ഉള്ളൂ. തുടങ്ങിയല്ല, ഇനിയിപ്പം എടുത്തിന് വിറ്റ് ചെയ്യണം. അമ്പളിക്കുട്ടൻ ചേട്ടൻ ഇപ്പൊ പുറത്ത് പോണ്ടോ? ഇവിടെ പോകാണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ, വിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ ശേഷം പോകണം. എന്തേ ഇനി കുറെ സമയം എടുക്കോ? കുറച്ച് സമയമാവും. എന്ത് എവിടെയും പോകണോ? എന്തെങ്കിലും വാങ്ങണോ? വാങ്ങണ്ട. പിന്നെ എന്ത് മുഖം ഒരുമാതിരി? കാര്യം പറ, എന്ത് പറ? അമ്പളിക്കുട്ടൻ ചേട്ടാ, ഈ ക്ലീറ്റോനെ പോയിട്ട് വിളിച്ചിട്ട് കിട്ടണില്ല. അതാണ് ഇത്ര വലിയ കാര്യം. അവിടെ സമരം ചെയ്യാൻ പോയില്ല, എവിടെയും കാണും. അതിൻ്റെ ഇടയിൽ ഞാൻ പോകില്ല, നീ പേടിക്കൊന്നും വേണ്ട. അതല്ല, ഇപ്പൊ എന്നെ ക്ലാര ചേച്ചി വിളിച്ച് വഴക്കും പറഞ്ഞു. ക്ലാര ചേച്ചി പറഞ്ഞു, എന്തിനാ പോലീസുകാരുടെ ഒക്കെ സമരത്തിന്റെ ഇടയിലോട്ട് ഉന്തി വിട്ട്, എന്തിനാ എന്തെങ്കിലും വന്നു പോയാൽ ആര് ചോദിക്കുമെന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഇതല്ലേ ഞാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞത്. നമ്മളെ പാർട്ടിക്ക് ഇതിനെ സമരം ചെയ്യാൻ അറിഞ്ഞൂടാത്തോണ്ടാണ്. സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആർക്കെതിരെയാണ് സമരം ചെയ്യണത്? പോലീസിനെതിരെ. അവർ പോലീസിനെതിരെ സമരം ചെയ്യുമ്പോൾ അവരുണ്ടായിരിക്കുമോ? ഒന്ന് പോയി തിരക്കിയിട്ട് വരുമോ? ഇപ്പോഴാ സെക്രട്ടറിയിൽ സമരം നടക്കല്ലേ, അതിൻ്റെ അടുത്തൊന്നും ഇപ്പോൾ ആർക്കും പോകാനും പറ്റൂല. പിന്നെ നീ വേറൊരു കാര്യം, വിഷമിക്കൊന്നും വേണ്ട. അത് ഏത് വഴി ഊട് വഴി കൂടെ അടിയൊന്നും കൊള്ളാതെ ഞെത്തിക്കോളാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓ ചേച്ചി ഉണ്ടായിരുന്നു ഇവിടെ? അതെ, ടിവിയിൽ ഇത്ര എന്ത് രസമായിരുന്നു അറിയോ? ഈ മറ്റേ പോലീസുകാരന്മാരിങ്ങനെ വെള്ളം ചീറ്റിക്കുന്ന ഒരു സാധനല്ലേ, ജലപീരങ്കിയാ? ആ അതല്ലേ, അതിലിങ്ങനെ വെള്ളം ചീറ്റിക്കുമ്പോ ക്ലീറ്റസ് ആയിട്ട് ഇങ്ങനെ തെറിച്ചു പോകും. കാണിച്ചോ? കഴിഞ്ഞു. അത് ശരിക്കും ഒരു സിനിമ പോലെ ഉണ്ടായിരുന്നു, ആക്ഷൻ സിനിമ പോലെ. ആ അത് കണ്ട് ക്ലീറ്റസ് ആയിട്ട് പിന്നെ എഴുന്നേറ്റ് വരും. അപ്പൊ അവരെല്ലാവരും കൂടെ തല്ലി പിടിച്ച് പിന്നെ കൊണ്ടുപോകും. അത് വെറും നമ്മളെ ഡ്രെയിനേജിന്റെ വെള്ളമാണ് അടിക്കുന്നത്. അങ്ങനെ വല്ല ആയിക്കോണം. അത് എന്റെ ക്ലീറ്റോന് എന്തിനും പറ്റിയോ? ഒന്നും പറ്റിയില്ല, അവരെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്.
നീ ഇപ്പൊ കിടന്ന് അല്ല നീ ഇപ്പൊ കിടന്നെങ്കിൽ ഈ തുള്ളൽ നിന്ന് അടങ്ങ് പോകാൻ പറഞ്ഞില്ലേ പോലീസിനെ സമരം ചെയ്യാൻ പോകണമെന്ന് അവരെന്താ ചുമ്മാ വയ്ക്കും വിചാരിച്ചാ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല അപ്പൊ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരില്ലേ? ആര് പിടിച്ചോണ്ട് ഇങ്ങോട്ട്? അപ്പൊ ഇങ്ങോട്ട് എത്തില്ലേ ഗ്രീറ്റസ് ചേട്ടനപ്പോ? സാറ് ഹലോ ഓ ഇതെവിടെയാ നിങ്ങള്? പിന്നെ ക്ലീറ്റസിന്റെ 2 ജോഡി ഡ്രസ് അത്യാവശ്യമായിട്ട് എടുത്തു പോയി കേട്ടോ. എവിടെ പോവാ? ഇങ്ങോട്ട് വരാൻ പറ ക്ലീറ്റോനോട്. എവിടെ പോവാനല്ലാന്ന് ഈ സെക്രട്ടറിയേറ്റിലെ സമരം അക്രമാസക്തമായി. പിന്നെ ഈ ക്ലീറ്റസിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുക. അപ്പൊ എനിക്ക് കൊണ്ടു കൊടുക്കാൻ അവിടെ എടുത്തു പോയി കേട്ടോ. ഞാൻ താ വരുന്നേ. അയ്യോ ഹലോ 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 ക്ലീറ്റോനെ അറസ്റ്റ് ചെയ്തെന്ന് പറയണോ? അറസ്റ്റ് ചെയ്യുന്ന നീ കിടന്ന് കരയാതെ അറസ്റ്റ് ചെയ്തോളൂ. അവർ തൂക്കിക്കൊല്ലൊന്നുമില്ല ഇതില്ലേ. ഞാൻ വിളിക്കാം. അവനെ കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അമ്പിളിച്ചേട്ടൻ എന്തെങ്കിലും ചെയ്യ് വേഗം. വിളിക്കട്ടെ. തരയണ്ട. ഹലോ അൻസാർ എടുക്കണില്ല. അത് കുഴപ്പമില്ല പേടിക്കണ്ടാന്ന്. ഒന്നും പറ്റിയിട്ടില്ല. ടിവിയിൽ പറ്റിയിട്ടില്ല. ഞാൻ കാരണം പാവം അവിടെ വെറുതെ ഇരുന്നേച്ചതാ. എന്നിട്ട് ഞാൻ ഊന്തി തള്ളിയിട്ട്. ചേച്ചി വിഷമിക്കാണ്ടിരിക്കും. ഒന്നും പറ്റില്ലാന്ന്. ഞാനിനി ക്ലാര ചേച്ചിനോടൊക്കെ എന്ത് പറയും? അമ്മ അറിഞ്ഞ എന്നെ കൊല്ലും. ഇനിയിപ്പോ ഇപ്പൊ കരഞ്ഞിട്ട് എന്ത് കാര്യം? അവര് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാ ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി നോക്കട്ടെ. എപ്പോഴും ഇപ്പോഴാ പോയി നീ അവളോട് പോയിട്ട് എന്ത് ചെയ്യണം? എനിക്ക് ക്ലീറ്റോനെ കാണണം. നീ കരയാതെ എല്ലാം എടുത്ത് ചാടുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ ഇതെല്ലാം. എത്ര പ്രാവശ്യം നിന്റെ ഭർത്താവിന് എന്ത് പറഞ്ഞാലും മനസ്സിലാവൂല. പ്രമുഖനാവാൻ വേണ്ടി എന്തും ചെയ്യോ അവൻ. ഇപ്പൊ എന്താ ചെയ്യാൻ വിളിച്ചേട്ടാ? എന്തെങ്കിലും ഒന്ന് ഇല്ലേ, നോക്കട്ടെ. വിഷമിക്കാണ്ടിരിക്കേ. എന്താണ് തങ്കം? ഇതൊന്നും ആരതിയാ? നല്ലൊരു കാര്യത്തിന് പോയതല്ലേ? അപ്പൊ ജയശ്രീ ലാളിതനായി വരുന്ന ഭർത്താവിന് ഭയങ്കര സ്വീകരണം തന്നെയാണ് കൊടുക്കുന്നത്. നാട്ടിൽ മുഴുവൻ സ്വീകരണല്ലേ? അറിഞ്ഞു ജംഗ്ഷനിലൊക്കെ ഗംഭീര സ്വീകരണമാണെന്ന്. ആ നിസ്സാര കാര്യമാണോ പിന്നെ പോലീസുകാരോട് ഗുസ്തി പിടിച്ച് അത് ജയിച്ചത്? ശരിയാണ്. ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞല്ലേ പോയിക്കോന്ന്. അമ്പിളിക്കൂട്ടൻ ചേട്ടൻ എന്തോരം കുറ്റം പറഞ്ഞതെന്ന്. അത് പിന്നെ ഇവൻ നന്നാവാൻ വേണ്ടിയല്ലേ ഞാൻ പറയണത്. ആ സത്യം. നിങ്ങൾ അന്ന് പോയിരുന്നെങ്കിൽ നിങ്ങൾ സ്റ്റാർ ആയാലേ. ഇതെന്താ കാണാത്ത? ഇപ്പൊ വിളിച്ചതാണല്ലോ അൻസാർ. ഉപദ്രവിച്ച പോലീസുകാരും അല്ലാതെ. അയ്യോ എന്റെ മണ്ടൂസേ, ഞാൻ ആർക്ക് വേണ്ടിയാടി സമരം ചെയ്യാൻ പോയെ? പോലീസുകാർക്ക് വേണ്ടിയിട്ട്. പിന്നെ മറ്റേ ജയിലിലെ DGPക്ക് എന്നോട് ചെറിയൊരു അമർഷമൊക്കെ ഉണ്ടായിരുന്നു. അതിനെന്താ ഏറ്റവും ഒടുവിൽ ഞാൻ അവിടെ ഇറങ്ങാൻ പുള്ളിക്കണം എന്റെ മുമ്പിൽ സെലക്ട് അടിച്ചില്ലേ? സത്യം. പിന്നെ അല്ലാണ്ട് സമരത്തിന്റെ ബാക്കി വിവരങ്ങളൊക്കെ നീ അറിഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രി നേരിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ആ മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടിയൊക്കെ ഈ അളിയന്മാർ കൊടുത്തോളും. പിന്നെ കുറെ IPS ഉദ്യോഗസ്ഥരെയും കുറെ ഡൂക്കിലി പോലീസിലും മുട കാണിക്കുന്ന എല്ലാത്തിനും സസ്പെൻഷൻ ഉണ്ട്. ആ പിന്നെ ഇടേ നമ്മള് ഒന്നിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയതാണ് അമ്പിളിക്കുട്ട. പിന്നെ ഇതുവരെ അതിനൊക്കെ ഇറങ്ങാത്തെന്ന് പറഞ്ഞാൽ ചില വിട്ടുവീഴ്ചകളും ബന്ധങ്ങളൊക്കെ നോക്കിയിട്ടാണ്. അതെനിക്കറിയാം. നീ ഇറങ്ങിയാ നീ കൊണ്ടേ കയറും എന്നുള്ളത് എനിക്കറിയാം. എന്തായാലും ഈ സമരത്തിന്റെ മുഴുവൻ ക്രെഡിറ്റ്, ഈ വിജയിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. അതിന്റെ പിന്നിൽ എൻ്റെ തങ്കമാണ്. ഈ സമരത്തിന് എന്നെ എനിക്ക് തന്ന പ്രചോദനം നൽകിയത് എൻ്റെ തങ്കമാണ്. അതുകൊണ്ട് തങ്കത്തിന് ഇത് എൻ്റെ വക ഒരു സ്പെഷ്യൽ. അവനന്ദനങ്ങളുടെ ബഹളമാണ് ഓരോരുത്തർ അവലംബിക്കാനായിട്ട്. ഇത് ഇവിടെ
പെങ്ങള് ക്ലാരയാ? പറയടി. ഏ? ഒന്നുമില്ലാതെ ഞാൻ വെറുതെ ഒരു ചെറിയ അതെയോ? ഓ അങ്ങനെ സംഭവിച്ചു. ഞാൻ വിളിക്കാം. നോക്കാം. ഓ നോക്കാം, നീ വെച്ചേരെ. അതെ, ഈ കുഴപ്പക്കാരായ മേലുദ്യോഗസ്ഥരെ കുറച്ച് പേര് സസ്പെൻഡ് ചെയ്തല്ലോ. ആ കൂട്ടത്തിൽ നമ്മുടെ പൗലോ അളിയുന്നുണ്ട്. അളിയാ സമ്മതിക്കണം അളിയാ. സ്വന്തം വീട്ടുകാരുണ്ടെന്ന് അറിഞ്ഞിട്ട് നീ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചല്ലേ അളിയാ. ഇതാണ് അളിയ ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകൻ. അത് പിന്നെ അങ്ങനെയാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ മേലും കീഴും ഒന്നും ബന്ധങ്ങളോ ഒന്നും നോക്കാറില്ല. നീ സത്യസന്ധനായ പൊതുപ്രവർത്തകൻ, കറകളഞ്ഞ രാഷ്ട്രീയക്കാരനെന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ, അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ. അതാണ് ഈ ക്ലീറ്റോ. അതെനിക്ക് അറിയാം Alien versus Alien.